എന്റെ കൂടെ പഠിച്ച ഒട്ടുമിക്ക കുട്ടികളും ചൂസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് സഹകാരി എന്ന് പറയുന്നത്. പിന്നെ അവിടെ എത്തിപ്പെട്ടു, നമ്മൾ പഠിച്ചു, എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടെ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ ആ ചേച്ചീനെ പോലെ എനിക്കൊരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി വേണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് പഠിക്കുന്നത്. അച്ഛനും എന്നെ പഠിപ്പിക്കാൻ ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങള്. നമുക്കിവിടെ കൂടെ വന്നിരിക്കുന്നത് രേഷ്മയാണ്. സോ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോസ്റ്റിലോട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന രേഷ്മയ്ക്ക് ഹാർദവമായ അഭിനന്ദനങ്ങൾ സഹകാരി റൈസ് പ്ലസിന്റെ. നമുക്ക് അറിയേണ്ടത് മെയിൻ ആയിട്ട് സഹകാരി റൈസ് പ്ലസുമായിട്ടുള്ള ആ ഒരു ജേണി എങ്ങനെയായിരുന്നു, സഹകാരി എങ്ങനെയാണ് ഈ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് രേഷ്മയെ ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെയാണ്. സഹകാരി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജോബിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്റെ കോപ്പറേറ്റീവ് കോളേജിലെ എന്റെ പഠനത്തിന് ശേഷം നമ്മുടെ എന്റെ കൂടെ പഠിച്ച ഒട്ടുമിക്ക കുട്ടികളും ചൂസ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ് സഹകാരി എന്ന് പറയുന്നത്. പിന്നെ അവിടെ എത്തിപ്പെട്ടു, നമ്മൾ പഠിച്ചു, എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടെ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. നമുക്ക് വേണ്ടുന്നതല്ല എല്ലാ മെറ്റീരിയൽസും അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. ബാക്കി വേറെ ഒരു ബുക്സും ഞാൻ എന്റെ അറിവിൽ ഞാൻ വായിച്ചിട്ടില്ല, റെഫർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം അവിടെ തന്നെ എല്ലാം ഉണ്ട്. അവര് നമുക്ക് തരാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാ ഒരു മുക്കും മൂലയും അരിച്ചു പറക്കിയാണ് അവിടെ എല്ലാം ക്ലാസ്സുകൾ കേട്ടിരുന്നത് തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വേറൊരുത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ഇടം വന്നിട്ടില്ല. ഞാനങ്ങനെ വായിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയും ഇല്ല. ഓക്കെ. അപ്പം സഹകാരിയിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് അവര് നമ്മളെ മോൾഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ പല എക്സാംസ് കോച്ചിങ്ങുകളും നമുക്കുണ്ട് നാട്ടില്. പക്ഷെ അതിൽ നിന്ന് വേറിട്ട് സഹകാരി നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അല്ലെങ്കിൽ അവരുടെ എന്ത് സ്പെഷ്യാലിറ്റി, ഇപ്പം മോക്ക് ടെസ്റ്റുകളാണോ, അല്ലെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണോ, അല്ലെങ്കിൽ അവരിടുന്ന എക്സാംസിന്റെ ആ ഒരു മേന്മ കൊണ്ടാണോ, എന്താണ് നമ്മളെ കൂടുതൽ മറ്റ് കോച്ചിങ് സെന്ററുകളിൽ നിന്നും സഹകാരിനെ വേറിട്ട് നിർത്തുന്ന ഒന്നായിട്ട് തോന്നിയിട്ടുള്ളത്? അതൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് കിട്ടാറുണ്ടോ സഹകാരിയിൽ വരുന്ന സമയത്ത്? ഉറപ്പായിട്ടും ഈ ജിജോ പറഞ്ഞ എല്ലാ പോയിന്റുകൾക്കും ഉള്ള ഡെഫിനിഷൻ സഹകാരിയാണ്. അതായത് നമുക്ക് ഇപ്പൊ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥാപനത്തെ പറ്റി നമ്മൾ പറയുവാണെങ്കിൽ ചിലപ്പം നമുക്ക് അവർക്ക് ഡ്രോബാക്സ് കാണും, ഇല്ല എല്ലാ പോയിന്റിലും ഒരു ഡ്രോബാക്സ് കാണും. പക്ഷെ സഹാരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നെഗറ്റീവ് പറയാനായിട്ട് എനിക്കില്ല. എന്ന് വെച്ചാൽ അവര് ഓരോ മെന്റേഴ്സിനെ അവര് വച്ചിട്ടുണ്ട് നമ്മളെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മെന്റേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റിനും അവിടെ നമുക്ക് സെപ്പറേറ്റ് പഠിപ്പിക്കാനായിട്ട് അവിടെ ആളുകളുണ്ട്. നമ്മുടെ കോപ്പറേറ്റീവ് കോളേജിൽ പഠിച്ച ആ ഒരു മെത്തേഡ് മാറി നമ്മുടെ എക്സാമിലോട്ട് നമ്മൾ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളെ കാണാൻ പഠിപ്പിക്കുന്ന സഹകാരിയാണ്. അപ്പം അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ എക്സാം എടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിനു വേണ്ടി എടുത്ത ആ ഒരു എഫേർട്ട്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നാലും അത് നമുക്ക് എക്സാം നമ്മളെ കൊണ്ട് എഴുതി ശീലിപ്പിക്കുന്ന ആ ഒരു എഫേർട്ട് അത് നമുക്ക് ഭയങ്കര തന്നെയാണ്. ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹകാരിയില് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും അധികം എഫേർട്ട് ഇട്ട ഓരോ വ്യക്തികളെയും നമുക്ക് ഈ ഒരു വ്യക്തി നമ്മുടെ സഹകാരിയിൽ വന്നത് തൊട്ട് ഇന്ന് ഈ ദിവസം നാളെ ജോലിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നതാണ്. അപ്പൊ ഈ ഒരു സമയം വരെ രേഷ്മയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സഹകാരി മെമ്പേഴ്സിനും സഹകാരി കുടുംബത്തിന് വളരെ നന്ദിയാണ് രേഷ്മ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് കൂടുതൽ അറിയേണ്ടത് രേഷ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടമ്മയാണ്, വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിയുന്നു, അതുപോലെ തന്നെ ഒരു കുഞ്ഞുണ്ട്, അതുപോലെ തന്നെ അതിൽ നിന്നെല്ലാം മാറി വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാം മാറ്റി നിർത്തി സമയമില്ല എന്ന് പറയുന്ന മോഡേൺ സമൂഹത്തിന് ഒരു മാതൃകയായി സമയം കണ്ടെത്തി സ്വന്തം എഫേർട്ടിലൂടെ ഇതുവരെ എത്തി നിൽക്കുന്ന ആ ഒരു ജേണിയെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഒട്ടുമിക്ക ആളുകളുടെ ലൈഫ് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയാണ് എന്റെ ലൈഫും. നോട്ട് ഒരു ഡിഫറെന്റ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ ഫാദർ വന്നിട്ട് കർഷക കുടുംബമാണ്. ഞങ്ങള് കൃഷിപ്പണി ചെയ്ത് അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ 3 പെൺപിള്ളേരെയും വളർത്തിയെടുത്തത്. മൂത്തേച്ചി നേഴ്സാണ്. ഷീസ് മൈ റോൾ മോഡൽ എന്ന് തന്നെ പറയാം. സോ ഡെഡിക്കേറ്റഡ് ആണ് കാര്യത്തിലും അതെ. അപ്പോ ആ ചേച്ചീനെ പോലെ എനിക്കൊരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി വേണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് പഠിക്കുന്നത്. അച്ഛനും എന്നെ പഠിപ്പിക്കാൻ ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് രണ്ടാമത്തെ ചേച്ചി ആയിരുന്നാലും പഠിച്ചിട്ടുണ്ട്, ജോലിയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല.
അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് 10th പാസ്സായി. +2 ഞാനൊരു ആവറേജ്, ബിലോ ആവറേജ് എന്ന് പറയാം. അത്ര നല്ല പഠിക്കുന്ന ഒരു കുട്ടിയൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നമുക്ക് ബിടെക്കിൽ അഡ്മിഷൻ കിട്ടുന്നു. കോട്ടയത്താണ്, കോട്ടയം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറാണ്. നമുക്ക് ഒരു കോളേജിൽ നിന്നുപരി ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയർ തന്നെയാണ് കോളേജ് പറയുന്നത്. അവിടെയും പഠിത്തം തന്നെയാണ്. നമ്മള് ഒത്തിരി അധികം ഫ്രണ്ട്സും ഒക്കെ ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ ഫ്രണ്ട്സ്, പേരെടുത്ത് പറയാം, ദീപ തുളസി, ശ്രീയ, റൊണാൾഡോ, റെബിൻ, പിന്നെ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട രമ്യ മിസ്. അവരെല്ലാവരും കൂടെ എന്നെ മോൾഡ് ചെയ്തിട്ടാണ്. ദീപ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പഠിച്ച് ഞാൻ ബിടെക് പാസ്സാവുന്നത്. അതിനുശേഷമാണ് പഠിത്തം എന്താണെന്ന് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നമ്മളെ നാട്ടിൽ വരുന്നു. അത് കഴിഞ്ഞ് കല്യാണമായി, കുട്ടിയായി, നമ്മൾ ഒത്തിരി ഒരു ബ്രേക്കായി. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ നല്ലൊരു ബ്രേക്ക് വന്നു. ബ്രേക്ക് വന്നതിന് ശേഷം പിന്നെ ഒരു ഫ്രണ്ട്, അവള് അത്യാവശ്യം എന്നെ പോലെ പഠിക്കുന്ന കുട്ടി തന്നെ ആയിരുന്നു. അവൾക്കും ജോലിയായി അപ്പം അറിയുന്ന. അപ്പം അവളാണ് പറഞ്ഞത്, സഹകരണ വകുപ്പിൽ അല്ലെങ്കിൽ സഹകരണ സൊസൈറ്റികളിൽ നമുക്ക് എക്സാം എഴുതി കയറാൻ ഈ ഒരു കോഴ്സ് പഠിച്ചാല്. അങ്ങനെ നമ്മള് കോച്ചിങ്ങിന് കോഴ്സ് 1 year കോഴ്സ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കോച്ചിങ്ങിലോട്ട് വരുന്നു, അരിയിലോട്ട് വരുന്നു. പിന്നെ കോഴ്സ് 6 മാസം ചെയ്തതേ ഉള്ളൂ. 6 മാസത്തെ കോഴ്സ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മേനെ ഇന്നത്തെ രേഷ്മയിലോട്ട് മാറ്റിയത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് ലൈഫ് എൻറ്റയർലി ചേഞ്ച് ആയ ഒരു മൊമെന്റ് ആണ് കല്യാണം. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് അല്ലെ, സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. പിള്ളേർക്കും ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ ആ ഒരു സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ള. ഡെഫിനറ്റ്ലി ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡ് ഉണ്ടായിരിക്കും അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഇനി എന്റെ ലൈഫ് ഇവിടെ തീർന്നു എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പം ആ ഒരു ലൈഫില് എന്തുകൊണ്ടാണ് എനിക്ക് ഇതല്ല എന്റെ ലൈഫ്, അതായത് ഞാനൊരു വീട്ടമ്മയായിട്ട് ഒതുങ്ങാനുള്ള ഒരാളല്ല, എനിക്ക് ഒരു പെർമനന്റ് ഇൻകം വേണം എന്ന് എനിക്ക് തോന്നാൻ കാരണം എന്താണ് രേഷ്മയ്ക്ക്? പെർമനന്റ് ഇൻകം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. നമുക്ക് എത്ര തന്നെ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല കാര്യം. നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അത് ബാക്കിയുള്ളവരെ എങ്ങനെ നോക്കി കാണുന്നു. അതെ, ഒരു സെൽഫ് റെസ്പെക്ട് നമുക്ക് കൊടുക്കുമ്പോഴത്തേക്കും അല്ലെ, ഡെഫിനറ്റ്ലി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്താണ് ഏൺ ചെയ്യുന്നത്, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ കൊടുക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് വേണ്ടിയിട്ട് റെസ്പെക്ട് കൊടുക്കുന്നത്. അത് അപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ അടുത്തുനിന്നും സൊസൈറ്റിയുടെ അടുത്തുനിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇല്ലേ. നമ്മളെന്ന് വെച്ചാലേ നമുക്ക് ബാക്കിയുള്ളവർ, ഇപ്പം എന്റെ ഹസ്ബൻഡ് ആണ് ഒരു കാശ് എടുത്തെന്ന് മോനെ അത് വാങ്ങിക്കോളെന്ന് പറയുമ്പോ അത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ? ഇല്ല, ഇനി ഒരിക്കലും അല്ല. ഒരു പെൺകുട്ടികൾക്കും അതൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. തീരുമാനിച്ച് നമ്മളെ മോനൊരു കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുമ്പോ ഉണ്ടാവുന്ന അവരുടെ സന്തോഷം, നമ്മുടെ ഒരു തൃപ്തി, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അത് വേറെ തന്നെയാണ്. അത് ഭയങ്കര പറ്റില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എയിം ചെയ്യുന്ന പല ആളുകളും ഉണ്ട് ഇന്ന് സമൂഹത്തില്. മാഡത്തിനെ നോക്കി കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ ആണ് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു മോനുണ്ട്, മാമിന്റെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് സമയം കണ്ടെത്തി ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സമയത്ത് ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടി നല്ലൊരു പൊസിഷൻ എത്തുക എന്ന് പറയുന്നത് അതൊരു ടാസ്ക് തന്നെ ആയിരുന്നു. ഇതല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെ ലൈഫ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പറയുവാണെങ്കിൽ ഈ JCA അല്ലാതെ വേറൊരു ഓപ്ഷൻ എനിക്കില്ലായിരുന്നു. ഞാന് ഇപ്പോ പാർട്ട് ടൈം ആയിട്ട് KCBയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോ വേറെ പാർട്ട് ടൈം ജോബ്സ് കണ്ടുപിടിക്കുമായിരിക്കാം. പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു മൊമെന്റ്സ് ഉണ്ടല്ലോ, വീണ്ടും നമ്മുടെ ലൈഫ് നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് നമുക്കൊരു പെർമനന്റ് ജോലി അല്ലാത്തതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും. നമുക്ക് ജോലി ഇല്ലാതിരിക്കുന്ന ഇടവേളകളുണ്ടാവും. അപ്പൊ പാസ് ചെയ്യേണ്ട ഡയലോഗ്സുകൾ ഉണ്ടാവും, കുറെ സോ മെനി കാര്യങ്ങൾ അതിനോടൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം ഓവർകം ചെയ്യാൻ നമുക്കൊരു സ്ഥിര വരുമാനമുള്ള ജോലി തന്നെ വേണം. നമ്മൾ ശക്തമായിട്ട് തന്നെ പഠിക്കണം, ആത്മാർത്ഥമായിട്ട് പഠിക്കണം, സമയം കണ്ടെത്തണം.
ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, അപ്പൊ ഇതിന്റെ ഇടയിലെല്ലാം എങ്ങനെ സമയം കണ്ടെത്തണം എന്ന് ഇപ്പം ചോദ്യം ഉന്നയിക്കുന്ന ഒരുപാട് അമ്മമാര് അല്ലെങ്കിൽ സ്ത്രീകൾ നമ്മുടെ ഈ ലോകത്തിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളം എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള സമയം ഞാൻ എങ്ങനെ കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ. മാമിന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതല്ലേ ഉള്ളൂ? നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക നമുക്കൊരു ജോലി വേണം എന്നുള്ളത്. പിന്നെ നമ്മളെ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവർ നമ്മളെ അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ മനസ്സിലാദ്യം ഉറപ്പിക്കുക. എന്നിട്ട് അത് തൊട്ട് നമ്മൾ പഠിക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ ഉണ്ടാവുമല്ലോ, 6 മാസം 1 ഇയർ, ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യുന്നത് ചിലപ്പോ ഫോണിലാവാം, TV ആവാം, പാട്ട് കേൾക്കുന്നതാവാം. അത് കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റിവെക്കുക, ചെയ്യാനും ഞാൻ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്ന ഈ പുറമേ ഉള്ള ഈ സുഖങ്ങളെല്ലാം നമുക്ക് പിൽക്കാലത്ത് ഒരുപാട് നേരം ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ? പിന്നെ നമുക്ക് അതിനു വേണ്ടി വേറൊരു ജോബ് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഞാൻ പറയാം, ഇവിടെ നമുക്ക് കിട്ടുന്ന ചെറിയൊരു മിനിറ്റ് പോലും നമുക്ക് പഠിക്കാനുള്ള ഒത്തിരി സമയം പോലും നമ്മളത് കണ്ടെത്തി അതിനെ തന്നെ ഉപയോഗിക്കുക. ഇപ്പം സഹകാരിയിൽ വന്നു, സഹകാരിയിൽ നിന്നൊരു ജോബിലേക്ക് പോകുന്നു, നാളെ ജോബിനകത്തോട്ട് മാഡം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല ഒരു കോച്ചിങ് സെന്റർ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു കോച്ചിങ് സെന്ററിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മാഡം എന്തെങ്കിലും റിസർച്ചോ കാര്യങ്ങളോ ചെയ്തിരുന്നോ? അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ഫ്രണ്ടിന്റെ ഇൻസ്പിറേഷനിൽ കൂടെ വന്നതാണോ? അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഇതല്ല വേറൊരു സ്ഥലത്ത് പോകണം എന്ന് അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ തോന്നിയിട്ടുണ്ടോ? അതോ സഹകാരിയാണ് എനിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം എന്ന് തോന്നിയിട്ടുണ്ടോ? തൊട്ട് ഇതല്ലാതെ വേറൊരു ചോയ്സ് അങ്ങനെ വേറെ ആരും പറഞ്ഞും കേട്ടിട്ടില്ല, ഞാൻ എന്റെ മനസ്സിലോട്ട് വന്നിട്ടുമില്ല. ശരിയാണ് സംഭവം, സഹകാരിയാണ് സംഭവം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. എനിവേ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. നല്ല ഒരു ഭാവി ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ മാം ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് ഇത് ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ. അതായത് ഫാമിലി ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും കുടുംബം ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇനിയൊരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഒട്ടും വിദൂരതയിലല്ല. നിങ്ങൾ ആഗ്രഹിക്കുവാണെങ്കിൽ സഹകാരി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നല്ല വിജയാശംസകളോടുകൂടി സഹകാരിയിൽ നിന്നും ജിജോ ജോസഫ്.